ചിലപ്പോൾ യുക്തിവാദം പറഞ്ഞു പോകുന്ന ആളിൻ്റെ മനസ്സിൽ പോലും ഒരു ഘട്ടം കഴിയുമ്പോൾ എൻ്റെ സഹപ്രവർത്തകരെ, എൻ്റെ സമുദായത്തിൽപ്പെട്ട, എൻ്റെ ജാതിയിൽപ്പെട്ട, എൻ്റെ മതത്തിൽപ്പെട്ടവരെ, എൻ്റെ ആരാധനാലയങ്ങളെയൊക്കെ തകർക്കണം തോന്നി അവരുടെ ഒരു വികാരം ഉണ്ടാവും. ഇത് കുത്തിപ്പൊക്കി എടുക്കാനാണ് ആര് നോക്കുന്നത്? ചൈന ഇപ്പോൾ സീരിയസ് ആയി ശ്രമിക്കുക. അപ്പോൾ ചൈനയുടെ ഒരു വലിയൊരു അപ്പർ ഹാൻഡ് ഇതിനകത്തുണ്ട്. ഇന്ത്യ ഇപ്പോഴും ശ്രമിക്കുന്നുണ്ട്, കാര്യമുണ്ട്. പക്ഷേ എന്തായാലും ബംഗ്ലാദേശ് ഇത് തീക്കൊള്ളി കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? തലചൊറിയുന്നത്. ഒരു കാരണവശാലും ബംഗ്ലാദേശിന് ഇന്ത്യയോട് യുദ്ധം ചെയ്തൊന്നും ജയിക്കാൻ പറ്റുന്നതല്ലല്ലോ, എല്ലാവർക്കും അറിയാം. എന്നാലും നമ്മളെ ചൊറിയുകയാണ്. അങ്ങനെ ഒരു യുദ്ധത്തിലേക്ക് പോകണം എന്ന് അവർ ആഗ്രഹിക്കുകയാണ്. യുദ്ധം വേണം. രണ്ട് കാരണങ്ങളുണ്ട്. മുഹമ്മദ് യൂനിസ് എന്ന് പറഞ്ഞ കാവൽ മന്ത്രിസഭയാണ്. അദ്ദേഹത്തിന് ഇനി എന്താവണം? പൊളിറ്റിക്കലി അവിടെ ഉറയ്ക്കണം. അപ്പോൾ പൊളിറ്റിക്കലി ഉറയ്ക്കണമെങ്കിൽ ഞാൻ മുസ്ലിങ്ങളുടെ സംരക്ഷകനാണെന്ന്, ഇതൊരു മുസ്ലിം രാഷ്ട്രമാക്കും എന്ന് പറഞ്ഞാൽ കുറേ വോട്ടിൻ്റെ ഒരു രാഷ്ട്രീയം പുള്ളി കാണുന്നുണ്ട് ഇതിനകത്ത്. അതാണ് പുള്ളിയുടെ അജണ്ട. മുഹമ്മദ് യൂനുസിൻ്റെ അജണ്ട ഇത് കാവൽ മന്ത്രിസഭയിൽ നിന്ന് സ്ഥിരം മന്ത്രിസഭയിലേക്ക് പോകണം, അതിന് ഭൂരിപക്ഷം പിടിക്കണം. അത് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം.